ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇന്ന് നമ്മളൊരു ചാലഞ്ച് കൊണ്ടാട്ട് വന്നിട്ടുള്ളത്. ഇതിന്റെ സിസ്റ്റേഴ്സ് ആണ്, അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞത്. ഇതിന്റെ മൂത്ത സിസ്റ്റർ, ഇതിന്റെ സിസ്റ്റർ. അപ്പൊ ഇന്നത്തെ ചാലഞ്ച് എന്താ വെച്ചാൽ ഹൂ നോസ് മീ ബെറ്റർ ആട്ടോ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എനിക്ക് മേക്കപ്പ് പ്രൊഡക്റ്റ് ഇഷ്ടമല്ലേ? അപ്പൊ ഈ ഇഷ്ടമുള്ള 3 സാധനം, അതില്ലാതെ ഞാൻ പുറത്തേ പോകില്ല. അത് ഏതൊക്കെയാന്ന് എഴുതി. കറക്റ്റ് 3 എഴുതിയാൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അത് ഡെയിലി നല്ല ഒരു കല്യാണത്തിന് പോകണമെങ്കിൽ ആ 3 സാധനം യൂസ് ചെയ്യലുള്ളൂ. അങ്ങനെ അതില്ലാതെ എനിക്ക് പുറത്തു പോകാൻ കഴിയില്ല. സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇതിന്റെ ഒരു നെഫ്യൂ ഉണ്ട് ഇവിടെ. എഴുതി കഴിഞ്ഞോ? ലാഗൊക്കെ ഇല്ലേ? ആദ്യം സുരുവിന്റെ അടുത്താണ്. ലിപ്സ്റ്റിക്ക് മസ്കാര വിളച്ച് ഒന്ന് വെച്ച് ലിപ്സ്റ്റിക്ക് വിളച്ച് ഒത്തിരി കത്തിട്ട്. അപ്പൊ ഒരു പോയിന്റ് ഇവിടെ. അപ്പൊ ഇവിടെ ഒരു പോയിന്റ് മുത്തിന്റെ ആൻസർ ലിപ്സ്റ്റിക്ക്, ബ്ലഷ്, ഐബ്രോസ്. ഇത് ചെയ്യാതെ ഞാൻ പോകില്ല കേട്ടോ. അപ്പൊ എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? ഇപ്പൊ നോക്കി ചെയ്തിട്ടാ, നോക്കി ചെയ്താ പാടില്ലേ? ഇപ്പൊ യൂട്യൂബിൽ നോക്കി തള്ളാൻ തുടങ്ങിയിട്ട് ഞാൻ പറയില്ല. മതിയാ അങ്ങനെ ഉള്ളിലൊക്കെ പോയിക്കോ. 50K 20K അങ്ങനെ ഇതുണ്ടാക്കാം. അപ്പൊ അതിന്റെ ആൻസർ മുത്തെന്ത് എഴുതി നോക്കട്ടെ. 1000. ഞാൻ നോക്കിയിട്ടില്ല. 1180 എന്തോ ഉണ്ടോ. 1200 ആഗ്രഹം ഉണ്ട്, നടക്കൂലെന്നുള്ളൂ. അപ്പൊ രണ്ടാമതും റോങ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാൽ, എന്റെ കല്യാണത്തിന് എനിക്ക് ഒരു കളർ ഡ്രസ്സ് ഇടണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അത് കിട്ടിയില്ല. ആ ഒരു കളർ ഏതായിരുന്നു? ഞാൻ എന്റെ കല്യാണത്തിന് 8 കളർ ഞാൻ പറഞ്ഞുതരാം. പേർപ്പിളും, അന്നത്തെ കല്യാണത്തിന് പേർപ്പിളും ഗ്രീനും, തലേന്ന് ഒരു കളർ ഇട്ടിരുന്നു, റെഡ് പോലത്തെ ഒരു കളർ. അപ്പൊ അന്ന് കല്യാണത്തിന് എനിക്കൊരു ഡ്രസ്സിന്റെ കളർ ഞാൻ കുറെ സെർച്ച് ചെയ്തിട്ട് ഇങ്ങനെ നോക്കി വെച്ച് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ കളറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏത് കളറാന്നുള്ള ക്വസ്റ്റ്യൻ എഴുതിയോ? ഇല്ല, കുഴപ്പമില്ല. എഴുതിയോ? നോക്കട്ടെ, ഇത് പറഞ്ഞാ മതി. റാണി പിങ്ക്. അപ്പൊ 2-2 കേട്ടോ. 1-2. 1-2. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ? 4ാമത്തെ ക്വസ്റ്റ്യൻ ആട്ടോ. എനിക്ക് ചെറുതാവുമ്പോൾ സ്കൂളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒരു ആളാവണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ല. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായത് എന്റെ ജോബ് ചെറുതാവുമ്പോൾ കേട്ടോ, വലുതാവുമ്പോൾ ആഗ്രഹം ഒന്നും ഉണ്ടായില്ല. ചെറുതാവുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ജോബ് ഏതായിരുന്നു? അല്ല, വലുത് കഴിച്ചാൽ ഞങ്ങൾ അറിയും. ഇതൊന്നും അറിയില്ല. ഏതാ? ഡോക്ടർ അറിയില്ല. അപ്പൊ 3-2 കേട്ടോ. എന്റെ കല്യാണത്തിന് ഇത് ഗോൾഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഗോൾഡിൽ എനിക്ക് ഭയങ്കര ഫേവറേറ്റ്. ഞാൻ ഈ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു ഗോൾഡ് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് അതുപോലത്തെ ഡിസൈൻ വേണമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ഡിസൈൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഗോൾഡ്. എനിക്ക് ആകെ കുറച്ച് ഗോൾഡേ എടുത്തിട്ടുള്ളൂ. ആ ഗോൾഡിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി ഉണ്ട്. ആ ജ്വല്ലറി ഏതാണ്? ഇത് പറഞ്ഞതാ മതി. സുല എഴുതിയിട്ടില്ലേ? മുത്തു ആദ്യം പറഞ്ഞോണ്ടാക്കി. എനിക്ക് 2 ലെയറായിട്ട് അതിന് 2ലും ഓരോ ബോൾ പോലുള്ള ചെയിൻ ഉണ്ടായിരുന്നു. അതൊക്കെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ 3-4 കേട്ടോ സ്കോർ. ഒരു മിനിറ്റ്. ഇത് ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചോക്ലേറ്റ് എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ് അറിയില്ലെങ്കിൽ ക്ലൂ ഒക്കെ തരാം. പക്ഷെ ഞാൻ എല്ലാ ചോക്ലേറ്റ് തിന്നു. അങ്ങനെ വലിയ ഇത് തിന്നുള്ളൂ ഒന്നുമില്ല. ക്ലൂ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇന്നോ തെറ്റി പോകാൻ പാടില്ലല്ലോ. ആൾക്കാർ വിചാരിച്ചു നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല. അംസത്തിൽ കേൾക്കുന്നുണ്ടോ? അത് മാത്രമൊക്കെ കൊണ്ടു തന്നില്ല. അപ്പല്ല, രണ്ടാളും 1 2 പറയണോ? 1 2 3. കറക്റ്റ് ആൻസർ കിറ്റ്കാറ്റ്. ഞാൻ ഡെലിവറിക്ക് ശേഷം എന്റെ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ അടുത്ത് അത് ഏത് കട്ടാണ്? ഏത് പോയിന്റ് ഇപ്പൊ എത്രയാണോ? എനിക്ക് 4. എത്ര ക്വസ്റ്റ്യൻ? 7-6 ഞാൻ കൗണ്ട് ചെയ്തിട്ട് സ്ക്രീനിൽ കൊടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഫേവറേറ്റ് നട്ട്സ് ഇല്ലേ? ഞാൻ എല്ലാ നട്ട്സൊന്നും കഴിക്കൂല. അതിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നട്ട്സ് ഇഷ്ടമുള്ളത് ഇപ്പൊ കോമൺ ആയിട്ടുണ്ടല്ലോ, പിസ്ത, ബദാം, അണ്ടിപ്പരിപ്പ്, അങ്ങനത്തെ കളികൾ. അതിൽ ആ 3 ഉണ്ടാ സാധനം. മറ്റേതൊന്നും അധികം ഞാൻ കഴിക്കുന്നില്ല. ഉത്തരം
പിസ്ത ഞാൻ കഴിക്കലേ ഇല്ല. പിസ്ത എനിക്ക് ഇഷ്ടമില്ലാത്തൊരു നട്ടാണ്. അപ്പൊ മുത്തുവിന് 7, ബദാം ബദാം മട്ടൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള നട്ട്. 6 അല്ലല്ലോ, 6 മുത്തു നേരത്തെ 7 8 ക്വസ്റ്റ്യൻ അല്ലേ? അതിൽ 2 മുത്ത് തെറ്റിച്ചു. അപ്പൊ 6 ജനക്ക് 6. അപ്പൊ 6 കേട്ടോ സ്കോർ. ഞാൻ കറക്റ്റ് കൗണ്ട് ചെയ്തിട്ട് എന്തായാലും സ്ക്രീനിൽ കൊടുക്കുക. തെറ്റാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഞാൻ ആദ്യമായിട്ട് എടുത്ത ജോലി, അതായത് ആ ജോലിയിൽ നിന്ന് എനിക്ക് സാലറി കിട്ടിയിട്ടുണ്ടായിരുന്നു. സാലറി എന്നൊന്നും പറയാനില്ല, കിട്ടിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫസ്റ്റ് ജോബ് എഴുതിയോ? എന്താ? ട്യൂഷൻ എടുത്തിട്ടുണ്ട് ഗൈസ്. വിവരമൊന്നുമില്ല, പഠിപ്പ് വിവരമൊന്നുമില്ല, എന്നാലും ട്യൂഷൻ എടുത്തിരുന്നു കുട്ടിയൊക്കെ. പിന്നെ അടുത്ത ചോദ്യം, എൻ്റെ സെൻഡ് ഓഫ്, അതായത് 10ാം ക്ലാസ്സിലെ സെൻഡ് ഓഫിന് ഞാൻ ഇട്ട ഡ്രസ്സ് എന്തേലും കളറും പറയണേ. കളറൊന്നും അതിന് ഏകദേശം ഇല്ല. അതന്നെ ലെഹങ്ക. കറക്റ്റ്, രണ്ടാളും പറഞ്ഞ കറക്റ്റ് കേട്ടോ. ഒരു ഓഫ് വൈറ്റ് ലെഹങ്ക എടുത്തിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ, എന്റെ വെഡിങ് ഡേറ്റ് വിത്ത് വർഷം. ഞാൻ ഇതിന് സമയം ഉണ്ട് ഗൈസ്. ഈ ചോദ്യം പോലെ ഇന്നലെ തൊട്ട് എണ്ണ തുടങ്ങിയാണ്. ഇത്രയും കാലമായിട്ട് ഡേറ്റ് കിട്ടിയിട്ടില്ല. 1 ഈ ക്വസ്റ്റ്യൻ ഒരു ഇന്നലെ ഞാൻ ഇടൂല വിചാരിച്ചു. പക്ഷെ ഒരു ഇന്നലെ ഈ ക്വസ്റ്റ്യനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കാത്തില്ല. ഇവിടെ കള്ളക്കളിയാണ് ഗൈസ്. എന്റെ കാൽ ധരിച്ചോണ്ട് ഗൈസ് ഇങ്ങനെ ഇരുന്നിട്ട് ഇവർ രണ്ടാളും അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയിരുന്നു. മാറ്റിയതില്ലല്ലോ. മെയ് 21. അതെങ്കിലും എവിടെയാ വർഷം? 2021 മെയ് 21, 2022 ആട്ടോ എന്റെ വെഡിങ് ഡേറ്റ്. അപ്പൊ 2 ആൾ ക്വസ്റ്റ്യൻ, നിങ്ങൾക്ക് 2 ആൾക്ക് മാർക്കില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. എത്ര ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നു എനിക്ക് ഓർമ്മയില്ലേ. എന്റെ ഫസ്റ്റത്തെ ഫോണ്, ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഫോണ്, ഫസ്റ്റ് ഫോൺ, ഏറ്റവും ഫസ്റ്റത്തെ ഫോൺ. അതത് എനിക്ക് പറഞ്ഞാണ് എനിക്ക് തന്ന ഫോണാട്ടോ. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തൊരു ഫോണ്. പിന്നെ കളിയാക്കാണ് കാര്യം. കേട്ടങ്ങളും നെട്ടും. എന്റെ നോക്കിയ ഫോണൊക്കെ ഒരു കഥ ഉണ്ട്. ഉമ്മാക്ക് വാങ്ങിയതായിരുന്നു. അപ്പൊ ഉമ്മാക്ക് ഫോൺ കിട്ടിയപ്പോ ഉമ്മ അത് താത്താക്ക് കൊടുത്തു. ആ സമയത്ത് താത്താക്ക് വേറെ ഫോൺ കിട്ടിയോളൂ, കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ. അതിന് മുന്നേ ലാവ ഫോൺ. എന്തായാലും ഞാൻ ഫസ്റ്റ് യൂസ് ചെയ്ത ഫോണ് നോക്കിയാണ് കേട്ടോ. അപ്പൊ 2 ആൾക്ക് മാർക്ക് ഉണ്ട്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മൈ ലേറ്റസ്റ്റ് ഫോൺ ഏതാ? ഫോണിന്റെ പേര് എഴുതിയാൽ മതി ഗൈസ്. ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്ന ഫോൺ ഏതാണ്? എന്തിയാ പറഞ്ഞോണ്ടാ? തെറ്റ് ഗൈസ്. ഇത് റെഡ്മി 13 5G ആണ്. ഇതിന് ഞാനാ തോറ്റത് ഗൈസ്. ഇവർക്ക് ഉണ്ടാക്കി എന്നോട് സ്നേഹമില്ല. അപ്പോൾ ഞാൻ എത്ര മാർക്ക് കൗണ്ട് ചെയ്തിട്ട് ഇപ്പൊ പറയാം. ഇതിന്റെ മാർക്ക് പറയണത് 12 ക്വസ്റ്റ്യനിൽ 8 മാർക്ക് 8 മാർക്ക്. അപ്പൊ ടൈ ആയില്ല. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒരു LP സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് എത്ര വരെ ഞാൻ അവിടെ പഠിച്ചു. എന്നിട്ട് MSPക്കാണ് ഞാൻ വന്നത്. MSPക്ക് എത്ര ക്ലാസ്സിലാണ് വന്നത്? അതായത് ഞാൻ മക്കരപറമ്പ് സ്കൂളിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ എത്ര ക്ലാസ് വരെ പഠിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ MSPക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ഏതാണ്? ഒന്നെങ്കിൽ എന്നിട്ട് പറഞ്ഞാൽ മതി MSPന്ന് എത്ര ക്ലാസ് തൊട്ടാണ് ഞാൻ പഠിച്ചത് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇത് തൈ ആവാണ് ഗൈസ്. 2 ആൾ ശരിയാക്കണേ. ഞാൻ മക്കരപറമ്പ് സ്കൂളിൽ 3ാം ക്ലാസ് വരെ പഠിച്ചിട്ട് MSPക്ക് 4ലാണ് വന്ന് ചേർന്നിട്ടോ. ഒരു മിനിറ്റ് ഗൈസ്. ഇത് തൈ ആയി ഭയങ്കര കഴിഞ്ഞു. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അപ്പോ എത്ര ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടും ഇവർ ടൈ ആക്കാണ് ഗൈസ് എന്നോടുള്ള സ്നേഹം കൊണ്ട്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.